പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ നല്ല പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മനോഹരമായ സുദിനത്തിലും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെട്ട നല്ല സന്ദർഭത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ്. ഈ പ്രഭാതം നമുക്കെല്ലാവർക്കും അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന പ്രഭാത ചിന്തകൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന താഴ്വര വളരെ പ്രധാനപ്പെട്ട ഒരു താഴ്വരയാണ്. നമുക്കറിയാം, വേദപുസ്തകം പഠിക്കുന്ന, പ്രത്യേകിച്ചും സൺഡേ സ്കൂൾ പഠിക്കുന്ന തലമുറകളിൽ അത് ആഴമായി പതിഞ്ഞിട്ടുള്ള ഒരു താഴ്വരയാണ്. ഈ താഴ്വരയുടെ പേരാണ് ഏലാ താഴ്വര. യെരുശലേമിൽ നിന്ന് തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു താഴ്വരയാണ് ഏലാ താഴ്വര. ഈ താഴ്വരയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന വേദഭാഗം 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിലാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം നാം വായിച്ച് പഠിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രത്യേകമായ ഭാഗമുണ്ട്. നമുക്കറിയാം, ഇസ്രായേൽ ജനതയ്ക്കെതിരെ വെല്ലുവിളി നടത്തിയ ഒരു മനുഷ്യനാണ് ഗോലിയാത്ത്. ഗോലിയാത്തിൻ്റെ വെല്ലുവിളിയുടെ സമയം ശലോമോൻ്റെ പിതാവായിരുന്ന ദാവീദ് ഒരു കൊച്ചു ബാലകനായി ആ പട കാണുവാനായിട്ട് വരുന്ന സമയം ശൗൽ ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായി രാജവാഴ്ച നടത്തുകയാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ശൗൽ ഗോലിയാത്തിനെ കണ്ട് പിന്മാറി നിൽക്കുമ്പോൾ തൻ്റെ പടനായകന്മാർക്ക് ഗോലിയാത്തിനെ നിലംപരിചയാക്കുവാൻ കഴിയാതെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ദാവീദ് എന്ന് പറയുന്ന ഈ ചെറിയ ബാലൻ ഈ പടക്കളത്തിലേക്ക് വരുന്നത്. പിന്നീട് നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് സുപരിചിതമാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. എന്നാൽ ഏലാ താഴ്വരയെക്കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വെല്ലുവിളിയുടെ താഴ്വരയായിട്ടാണ്. ഈ പ്രഭാതത്തിൽ വേറിട്ട ഒരു ചിന്ത അതിൽ നിന്നുമായി നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സമസ്ത മനുഷ്യരുടെയും മുൻപിൽ ഒരു ഏലാ താഴ്വരയുണ്ട്, അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയുണ്ട്. ഓരോ വെല്ലുവിളികളും വ്യത്യസ്തമായ നിലകളിലാണ് എന്നുള്ളതാണ് അതിൻ്റെ നഗ്നമായ സത്യം. ഓരോ വെല്ലുവിളികളും നമ്മുടെ മുൻപിൽ കടന്നു വരുമ്പോൾ നാം അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് നമ്മുടെ മുൻപിലെ ചോദ്യം. പലപ്പോഴും പല വെല്ലുവിളികളുടെയും മുൻപിൽ നമ്മുടെ ധൈര്യം ചോർന്നു പോകാറുണ്ട്. നാം നിരാശപ്പെട്ടു പോകാറുണ്ട്. നാം വെല്ലുവിളികൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിരാശയുടെ ആഴക്കയത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാറുണ്ട്. എന്നാൽ ഏലാ താഴ്വരയിൽ നടക്കുന്നൊരു വെല്ലുവിളി അത് കേവലം ഒരു രാജ്യത്തെ മാത്രമല്ല, സർവശക്തനായ ദൈവത്തെ കൂടെ വെല്ലുവിളിക്കുന്ന ഒരു വെല്ലുവിളിയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തെ വെല്ലുവിളിക്കുന്ന, ദൈവത്തിൻ്റെ ജനത്തെ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിൻ്റെ മുൻപിൽ അടിപതറാതെ നിന്ന ദാവീദിനെ പോലെ, ദാവീദ് ഗോലിയാത്തിൻ്റെ ഉയരമോ അവൻ്റെ കൈകളുടെ വലിപ്പമോ അവൻ ധരിച്ചിരിക്കുന്ന പടച്ചട്ടയോ പടക്കോപ്പുകളോ അതിലൊന്നും അവൻ്റെ ശ്രദ്ധ പോയില്ല. എന്നേക്കാൾ ശക്തനായ ഒരുവനാണ് എന്ന് ചിന്ത പോലും ദാവീദിൽ ഭരിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? തൻ്റെ മുൻപിൽ നിൽക്കുന്ന മല്ലനായ ഗോലിയാത്തിനെ നിലംപരിചയാക്കുവാൻ അവൻ്റെ ഉള്ളിലെ ആത്മധൈര്യവും
അവനിൽ പ്രാപിച്ച അഭിഷേകവും മതിയായതായിരുന്നു. ഒരു വെല്ലുവിളി നമ്മുടെ മുൻപിൽ വരുമ്പോൾ രണ്ട് കാര്യം നമുക്കാവശ്യമാണ്. ഒന്ന്, നമ്മൾ മനോധൈര്യമുള്ളവരായിരിക്കുക. അതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകവും നമ്മുടെ മേലുണ്ടെങ്കിൽ വെല്ലുവിളി നടത്തുന്ന ഏത് ശത്രുവാണെങ്കിലും ആ ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ ഈ രണ്ട് കാര്യങ്ങൾ മതിയാവും. നാം ഒരിക്കലും പിന്മാറുന്നവരാകരുത്. വേദപുസ്തകം അതല്ലേ പഠിപ്പിക്കുന്ന, കലപ്പയ്ക്ക് കൈവച്ചതിന് ശേഷം പുറകോട്ട് നോക്കുന്നവരാകരുത്. അങ്ങനെ നോക്കിയാൽ ശപിക്കപ്പെട്ടവരെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നമ്മുടെ മുൻപിലുള്ള വൈതരണികൾ എത്ര ശക്തമാണെങ്കിൽ സെരുബാബേലിൻ്റെ മുൻപിലുള്ള മഹാപർവ്വതത്തെ സമഭൂമിയാക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം നാം എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഈ പ്രഭാതത്തിൽ സെരുബാബേലിൻ്റെ മുൻപിലുള്ള മഹാപർവ്വതത്തെ പോലെ വ്യത്യസ്തമായി വൈതരണികൾ മുൻപോട്ട് ഞാനും നിങ്ങളും പോകുവാൻ കഴിയാതെ ഒരു തടങ്കൽ പാറയായി നിൽക്കുമ്പോൾ, ഒരു ഏലാ താഴ്വരയുടെ നടുവിൽ ഞാനും നിങ്ങളും നിൽക്കുകയാണെങ്കിൽ ഏത് വെല്ലുവിളികളെയും നേരിട്ട് ആ വെല്ലുവിളികളെ കൃപയുടെ കല്ലുകൾ പിറക്കിയെടുത്ത് ഗോലിയാത്തിൻ്റെ തിരുനെറ്റിക്ക് പതിപ്പിക്കുവാനുള്ള അഭിഷേകവും ആത്മബലവും മനോധൈര്യവും ഈ പ്രഭാതത്തിൽ നമുക്ക് ആർജിച്ചെടുക്കാം. ആകയാൽ നമ്മുടെ മുൻപിലുള്ള ഏലാ താഴ്വരയെ നിഷ്പ്രഭമാക്കി നമുക്ക് മുന്നേറാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.